ഇന്ത്യൻ ഇലക്ട്രോണിക്സ് വിപണിയുടെ ചരിത്രത്തിൽ ഐബോൾ എന്ന പേര് ഒരു കാലത്ത് ശക്തമായ സാന്നിധ്യമായിരുന്നു. മൗസ്, കീബോർഡ്, സ്പീക്കറുകൾ തുടങ്ങിയ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ ഈ കമ്പനി പിന്നീട് മൊബൈൽ ഫോൺ വിപണിയിലേക്കും കടന്നു. ഐബോളിന്റെ ആന്റി സീരീസ് ഫോണുകൾ ഒരു കാലത്ത് സാധാരണക്കാരായ ഉപയോക്താക്കളുടെ പ്രിയപ്പെട്ട ചോയ്സ് ആയിരുന്നു. എന്നാൽ ഇന്ന് ഐബോൾ മൊബൈൽ ഫോണുകൾ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു കാലത്ത് സാംസങ്ങിനെ പോലുള്ള ആഗോള ഭീമന്മാരുമായി മത്സരിച്ച് ടാബ്ലറ്റ് വിപണിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഈ ഇന്ത്യൻ ബ്രാൻഡിന് മൊബൈൽ ഫോൺ രംഗത്ത് എന്ത് സംഭവിച്ചു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ത്യൻ ടെക് വിപണിയിലെ മാറ്റങ്ങളുടെയും അതിശക്തമായ മത്സരത്തിന്റെയും ഒരു നേർചിത്രമാണ്. 2001 മുംബൈ ആസ്ഥാനമായി സ്ഥാപിതമായ ഐബോൾ തുടക്കത്തിൽ കമ്പ്യൂട്ടർ പെരിഫറൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു വിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. ലളിതമായ രൂപകൽപ്പനയും താങ്ങാനാവുന്ന വിലയും ഐബോളിന്റെ മൗസ്, കീബോർഡ്, സ്പീക്കർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ വേഗത്തിൽ ജനകീയമാക്കി. പ്രത്യേകിച്ച് ഐബോൾ തരംഗ് സ്പീക്കറുകൾ ഇന്ത്യൻ കുടുംബങ്ങളിൽ ഒരു സാധാരണ കാഴ്ചയായി. ഈ വിജയം ഐബോളിന് വിപണിയിൽ ഒരു നല്ല പേരുണ്ടാക്കി കൊടുത്തു. ഈ പ്രശസ്തിയുടെ പിൻബലത്തിൽ ഐബോൾ പുതിയ വിപണികൾ തേടി. ഫീച്ചർ ഫോണുകളുടെയും പിന്നീട് സ്മാർട്ട് ഫോണുകളുടെയും വരവോടെ മൊബൈൽ ഫോൺ വിപണിയിൽ വൻ സാധ്യതകൾ ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. 2010കളുടെ തുടക്കത്തിൽ മൈക്രോമാക്സ്, ലാവ, കാർബൺ തുടങ്ങിയ ഇന്ത്യൻ ബ്രാൻഡുകൾ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന സമയത്താണ് ഐബോളും മൊബൈൽ ഫോൺ രംഗത്തേക്ക് കടക്കുന്നത്. ഐബോൾ ആന്റി എന്ന പേരിലാണ് അവരുടെ സ്മാർട്ട് ഫോണുകൾ വിപണിയിലെത്തിയത്. തുടക്കത്തിൽ തന്നെ ഐബോൾ തങ്ങളുടെ തന്ത്രം വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്തു. കുറഞ്ഞ വിലയിൽ മികച്ച സവിശേഷതകൾ നൽകുക. ഐബോളിന്റെ മൊബൈൽ ഫോണുകൾ അക്കാലത്ത് ജനപ്രിയമായതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അവർ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ ആൻഡ്രോയിഡ് ഫോണുകൾ എത്തിച്ചു എന്നുള്ളതാണ്. വലിയ സ്ക്രീനുകളുള്ള ഫോണുകൾ, പ്രൊജക്ടർ ഫോണുകൾ, അതുപോലെ സ്ത്രീകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത SOS ബട്ടണുള്ള ആന്റി ഉഡാൻ പോലുള്ള നൂതന ഉൽപ്പന്നങ്ങളും അവർ പുറത്തിറക്കി. ടാബ്ലറ്റ് വിപണിയിൽ ഐബോൾ നേടിയ വിജയം ശ്രദ്ധേയമാണ്. 2015 ടാബ്ലറ്റ് വിപണിയിൽ സാംസങ്ങിനെ മറികടന്ന് ഐബോൾ ഒന്നാം സ്ഥാനത്തെത്തി. മൈക്രോസോഫ്റ്റും ഇന്റലുമായുള്ള പങ്കാളിത്തത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് വിൻഡോസ് 10 ലാപ്ടോപ്പുകൾ പുറത്തിറക്കിയതും ഐബോളിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. 2015-16 കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായി. ഷവോമി, വിവോ, ഓപ്പോ, വൺപ്ലസ് തുടങ്ങിയ ചൈനീസ് കമ്പനികളുടെ കടന്നുവരവായിരുന്നു അത്. ഈ കമ്പനികൾ ഒരു പുതിയ തരം ബിസിനസ് മോഡലുമായാണ് ഇന്ത്യയിലേക്ക് വന്നത്. അത് ഇന്ത്യൻ ബ്രാൻഡുകളായ മൈക്രോമാക്സ്, ലാവ, കാർബൺ, ഐബോൾ എന്നിവയുടെ അടിത്തറ ഇളക്കി. ചൈനീസ് കമ്പനികൾ ആദ്യം ചെയ്തത് വില നിർണ്ണയത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുക എന്നതായിരുന്നു. വളരെ ചെറിയ ലാഭം മാത്രം വെച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റ് വലിയ വിപണി വിഹിതം നേടുക എന്ന തന്ത്രമാണ് അവർ പയറ്റിയത്. ഇന്ത്യൻ കമ്പനികൾ 10,000 രൂപയ്ക്ക് വിൽക്കുന്ന ഫോണുകൾക്ക് സമാനമായ അല്ലെങ്കിൽ അതിലും മികച്ച സവിശേഷതകളുള്ള ഫോണുകൾ 7,000 തൊട്ട് 8,000 രൂപയ്ക്ക് അവർ നൽകി. ഇത് ഉപയോക്താക്കളെ ആകർഷിച്ചു. അതോടൊപ്പം അവർ മാർക്കറ്റിംഗിൽ വലിയ തുക ചെലവഴിച്ചു. ബോളിവുഡ് താരങ്ങളെയും ക്രിക്കറ്റ് കളിക്കാരെയും ബ്രാൻഡ് അംബാസഡർമാരാക്കി. ടെലിവിഷൻ പരസ്യങ്ങൾ, ഓൺലൈൻ പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയയിലെ പ്രചാരണം എന്നിവയിലൂടെ അവർ അതിവേഗം ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഇതിനു പുറമെ ഓൺലൈൻ വിൽപ്പന പ്ലാറ്റ്ഫോമുകളായ ആമസോണും ഫ്ലിപ്കാർട്ടും വഴി അവർ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തി. ഇത് വിതരണ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു. കൂടാതെ ചൈനീസ് കമ്പനികൾക്ക് വലിയ തോതിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അവർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ വേഗത്തിൽ വികസിപ്പിക്കാനും കുറഞ്ഞ സമയത്തിനുള്ളിൽ പുതിയ മോഡലുകൾ വിപണിയിൽ എത്തിക്കാനും സഹായിച്ചു. ഇന്ത്യൻ കമ്പനികൾ പ്രധാനമായും ചൈനീസ് നിർമ്മാതാക്കളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ റീബ്രാൻഡ് ചെയ്ത് വിൽക്കുകയായിരുന്നു. അതിനാൽ ഡിസൈനിലും ഫീച്ചറുകളിലും അവർക്ക് വേഗത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞില്ല. ചൈനീസ് കമ്പനികളുടെ ഈ നീക്കങ്ങൾ ഐബോളിനെ നേരിട്ട് ബാധിച്ചു. ഒരു കാലത്ത് അവർക്കുണ്ടായിരുന്ന നേട്ടങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു. ഐബോളിന്റെ പതനത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾക്ക് നോക്കാം. ചൈനീസ് കമ്പനികൾ അവതരിപ്പിച്ച അഗ്രസീവ് പ്രൈസിംഗ് തന്ത്രത്തെ നേരിടാൻ ഐബോളിന് കഴിഞ്ഞില്ല. ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമ്പോൾ പോലും ലാഭമുണ്ടാക്കാൻ ചൈനീസ് ഭീമന്മാർക്ക് സാധിച്ചു. കാരണം അവരുടെ ഉൽപാദന ചെലവ് വളരെ കുറവായിരുന്നു. എന്നാൽ ഐബോളിന് അത്തരം ഒരു സാമ്പത്തിക മാതൃക പിന്തുടരാൻ സാധിച്ചില്ല. ഷവോമി പോലുള്ള ബ്രാൻഡുകൾ ഓൺലൈൻ വിൽപ്പനയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. ഇത് അവരെ വലിയ തോതിലുള്ള വിപണന ചെലവുകൾ കുറയ്ക്കാൻ സഹായിച്ചു. അതേസമയം ഐബോൾ പ്രധാനമായും ആശ്രയിച്ചത് പരമ്പരാഗത ഓഫ്ലൈൻ റീറ്റെയിൽ സ്റ്റോറുകളെയാണ്. ഈ സ്റ്റോറുകൾക്ക് നൽകേണ്ട കമ്മീഷൻ കാരണം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ചൈനീസ് ഫോണുകൾ പുതിയ പ്രോസസ്സറുകൾ, മികച്ച ക്യാമറകൾ, വലിയ ബാറ്ററി, ഫാസ്റ്റ് ചാർജിംഗ് തുടങ്ങിയ നൂതന സവിശേഷതകൾ മിതമായ നിരക്കിൽ വാഗ്ദാനം ചെയ്തു. ഐബോൾ ഉൽപ്പന്നങ്ങൾ അത്തരം ഫീച്ചറുകൾ നൽകുന്നതിൽ പിന്നോട്ട് പോയി. ഉപയോക്താക്കൾ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി ചൈനീസ് ബ്രാൻഡുകളിലേക്ക് തിരിഞ്ഞു. ഐബോളിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ചൈനീസ് കമ്പനികളെ അപേക്ഷിച്ച് വളരെ ദുർബലമായിരുന്നു. യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. കൂടാതെ ചൈനീസ് ബ്രാൻഡുകൾക്ക് ഇന്ത്യയിൽ ഒരു യൂത്ത്ഫുൾ ആയ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് ഐബോളിന് സാധിച്ചില്ല. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐബോളിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് സെന്ററുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു.
ഇത് ഫോൺ കേടായാൽ നന്നാക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഇത് ഉപയോക്താക്കളുടെ ഇടയിൽ മോശം അഭിപ്രായത്തിന് കാരണമായി. ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിന്റെ സേവനങ്ങളെക്കുറിച്ച് കൂടി ഉപഭോക്താക്കൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഐബോൾ പിന്നിലായി. ശക്തമായ മത്സരം ലാഭം കുറച്ചു. ഇത് കമ്പനിയെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കി. വെണ്ടർമാർക്ക് പണം നൽകുന്നതിൽ വീഴ്ച വരുത്തിയതായി അക്കാലത്ത് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കൂടാതെ എറിക്സൺ പോലുള്ള സ്ഥാപനങ്ങളുമായി പേറ്റന്റ് പ്രശ്നങ്ങളിൽ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നതും സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ചു. ഇതെല്ലാം മൊബൈൽ ഫോൺ നിർമ്മാണം നിർത്തിവെക്കാൻ കമ്പനിയെ നിർബന്ധിതമാക്കി. മൊബൈൽ ഫോൺ രംഗത്ത് നിന്ന് പിൻവാങ്ങിയെങ്കിലും ഐബോൾ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. അവർ ഇപ്പോഴും കമ്പ്യൂട്ടർ ആക്സസറീസ്, ടാബ്ലറ്റുകൾ, സ്പീക്കറുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണിയിൽ സജീവമാണ്. എങ്കിലും ഐബോളിന്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്ന മൊബൈൽ ഫോൺ ബിസിനസ് പൂർണ്ണമായും അവസാനിച്ചു. ഐബോളിന്റെ പതനം ഇന്ത്യൻ ടെക് വിപണിയിലെ ഒരു പ്രധാന സംഭവമാണ്. കേവലം ഒരു ബ്രാൻഡ് എന്നതിലുപരി ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര മത്സരത്തെ എങ്ങനെ നേരിടാൻ കഴിഞ്ഞില്ല എന്നതിന്റെ ഒരു പാഠമാണ് ഐബോളിന്റെ കഥ. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ താൽപര്യങ്ങൾ, ആഗോള സാമ്പത്തിക ഘടനയിലെ മാറ്റങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, അതിശക്തമായ മത്സരം എന്നിവയെല്ലാം അതിജീവിച്ചാൽ മാത്രമേ ഒരു ബ്രാൻഡിന് വിപണിയിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന് ഐബോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഷവോമി, ഓപ്പോ തുടങ്ങിയ ബ്രാൻഡുകൾ ഇന്ത്യയുടെ വിപണി പിടിച്ചടക്കിയപ്പോൾ ഐബോളിനെ പോലുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് തങ്ങളുടെ വേരുകൾ നഷ്ടപ്പെട്ടു. അവരുടെ പതനം ഇന്ത്യൻ മൊബൈൽ വിപണിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.